കള്ളാടി മുത്തി, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നിന്നെ എനിക്ക് ഒരു പേടിയില്ല. നീ വരുന്നത് എനിക്കൊന്ന് കാണണം. അവനന്ന് വെല്ലുവിളിച്ചത് കള്ളാടി മുത്തിയായിരുന്നു. ആ വെല്ലുവിളി കേട്ട് അവൻ്റെ കൂടെ കള്ളാടി മുത്തി അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. വളരെ വർഷങ്ങളായിട്ട് ആ ഒരു പ്രദേശം ചെമ്മീൻ കെട്ടിൽ സമൃദ്ധമായിരുന്നു. ചെമ്മീൻ വളർത്തുന്നതുമായും അതുപോലെ ഞണ്ട് വളർത്തുന്നതുമായും അങ്ങനെയുള്ള ചില വരുമാന മാർഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പകൽ സമയങ്ങളിൽ കണ്ടാൽ അത്രയും മനോഹരമായ ഒരു സ്ഥലം വേറെയില്ല. എന്നാൽ രാത്രിയായാൽ അവിടുത്തെ മട്ടുമാറുന്നു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥ കേൾക്കാം. ഇതും എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞു തന്ന കഥയാണ്. അദ്ദേഹം രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം എന്നും വരുന്ന വഴിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെമ്മീൻ കെട്ടിൻ്റെ നടുവിലുള്ള റോഡ്. ആ റോഡ് പകൽ സമയങ്ങളിൽ വളരെ മനോഹരമാണ്. എന്നാൽ രാത്രിയാകുമ്പോൾ അവിടുത്തെ മട്ട് മാറുന്നു. അവിടെ കള്ളാടിമുത്തി വസിക്കുന്നു എന്നായിരുന്നു ആ ജനങ്ങളുടെ വിശ്വാസം. കള്ളാടിമുത്തി എന്നത് ഒരു യക്ഷി സങ്കല്പമാണ്. അതിനെ ആ നാട്ടുകാർ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. കാരണം ആ ഭാഗത്തേക്ക് ഈ യക്ഷി എത്തുന്ന സമയത്ത് അത് ഒരു കറുത്ത യക്ഷിയായിരുന്നു. അങ്ങനെ അതിനെ കറുത്ത മുത്തി, അതുപോലെ കള്ളാടിമുത്തി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കാലങ്ങളായി ആ കള്ളാടിമുത്തിയുടെ ശല്യം നാട്ടുകാർക്കിടയിൽ സ്ഥിരമായി. അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്നും മന്ത്രവാദികൾ വന്ന് കള്ളാടിമുത്തിയുടെ ആത്മാവിനെ അവിടെ അടക്കം ചെയ്തു. എന്നാൽ കള്ളാടിമുത്തിയെ വെല്ലുവിളിക്കുന്നവരുടെ കൂടെ കള്ളാടിമുത്തി ഇറങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഈ സുഹൃത്ത് മൊബൈൽ ടവേഴ്സിൻ്റെ ജോലിയായിരുന്നു. അർദ്ധരാത്രിയൊക്കെയാവും ജോലി കഴിയാനും. അതുമാത്രമല്ല, അർദ്ധരാത്രിയിലൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അവരെ വിളിക്കുമായിരുന്നു. ആ സമയത്ത് സർവീസ് ചെയ്യാൻ വേണ്ടി പോവേണ്ടത് നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിന് രാത്രി സമയങ്ങളിൽ പോകാൻ ചില ഭയമുണ്ടായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൂട്ടുവിളിച്ചാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മൊബൈൽ ടവേഴ്സിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ. ഏതെങ്കിലും ഒരു ഹോണ്ടഡ് പ്ലേസിലോ അല്ലെങ്കിൽ ആരും ആൾതാമസമില്ലാത്ത ചില പ്രദേശങ്ങളിലോ വല്ല കുന്നിൻ്റെ മുകളിലൊക്കെ ആവാം ഇത്തരത്തിലുള്ള മൊബൈൽ ടവറുകൾ. പകൽ സമയത്ത് പോലും ഈ മൊബൈൽ ടവേഴ്സിൻ്റെ അടുത്തൊന്നും ആരും തന്നെ ഉണ്ടാവാറില്ല. ആ സമയം പോലും നമുക്ക് എന്തൊക്കെയോ നിഗൂഢത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന വിചിത്രമായ അന്തരീക്ഷമെല്ലാം അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രിയാകുമ്പോൾ അവിടുത്തെ മട്ട് എങ്ങനെയായിരിക്കുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നത്. എന്തോ മഴക്കാലമായതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ടവറിൽ എന്തോ പ്രശ്നം. അപ്പോൾ രാത്രി തന്നെ അത് റെഡിയാക്കാൻ വേണ്ടി അവരുടെ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് കോൾ വന്നു. അന്ന് രാത്രി തന്നെ അദ്ദേഹം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നാൽ മഴയായത് കാരണം അച്ഛനെ വിളിക്കാൻ അദ്ദേഹത്തിന് സമ്മതമുണ്ടായിരുന്നില്ല. കാരണം പ്രായമായ ഒരാളെ കൂട്ടി ഈ അർദ്ധരാത്രി, അതും ഈ മഴയുള്ള സമയത്ത് എങ്ങനെ പോകുമെന്നൊക്കെ അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും അദ്ദേഹത്തിന് പോവാതെ വഴിയില്ല. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. നടന്ന് ടവറിൻ്റെയൊക്കെ അടുത്തെത്തിയതിനു ശേഷം അവിടുത്തെ സർവീസ് പണികളെല്ലാം തീർന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ഏകദേശം രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് വരുന്ന വഴിയാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ കാണുന്നത്. തൻ്റെ സുഹൃത്ത് അല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. ഇദ്ദേഹവും സ്വല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിരുന്ന് 1-2 അകത്താക്കിയായിരുന്നു അദ്ദേഹം തിരിച്ചു പോന്നത്. അങ്ങനെ തിരിച്ചു പോരുന്ന ആ ഒരു വഴിയാണ് ഈ ചെമ്മീൻ കെട്ടിൻ്റെ നടുവിലായിട്ടുള്ള ഈ റോഡ്. ആ റോഡിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം അന്ന് രാത്രി തിരിച്ചു പോയിരുന്നത്. അങ്ങനെ തിരിച്ചു പോരുന്നതിനിടയിൽ ചെമ്മീൻ കെട്ടിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം കഴിച്ച മദ്യത്തിന്റെ ലഹരി കൊണ്ടാവാം അദ്ദേഹം പെട്ടെന്ന് അവിടെ അല്പനേരം നിന്ന് അവിടെ നിന്ന് അട്ടഹസിച്ച് ഒച്ചയിടാൻ തുടങ്ങി. ഹേയ് കള്ളാടി മുത്തി, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നിന്നെ എനിക്ക് ഒരു പേടിയില്ല. നീ വരുന്നത് എനിക്കൊന്ന് കാണണം. അവിടെയുള്ള ആ ആത്മാവിനെ വെല്ലുവിളിക്കുന്നത് പോലെ അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു.
എന്നാൽ അദൃശ്യയായി നിൽക്കുന്ന ഈ കള്ളാടിമുത്തി എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ മദ്യലഹരി കാരണം അദ്ദേഹം അവിടെ നിന്നും വെല്ലുവിളിച്ചത് ആ കള്ളാടിമുത്തിയായിരുന്നു. നീ ഇല്ലാത്ത ഒരാളാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൺമുന്നിലേക്ക് വാ. അങ്ങനെയുള്ള ചില വാദപ്രതിവാദങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കള്ളാടിമുത്തിക്ക് ദേഷ്യം വന്നു. എന്നാൽ കള്ളാടിമുത്തിയെ ആവാഹിച്ചതിന് ശേഷം കള്ളാടിമുത്തിക്ക് ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് ആ ഗ്രാമവാസികളുടെ വിശ്വാസം. ഈ പ്രദേശത്തെ പേരോ അല്ലെങ്കിൽ ഈ പ്രദേശം എവിടെയാണെന്നോ ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്കൊരു ക്ലൂ തരാം. ഈ ഒരു പ്രദേശത്താണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെമ്മീൻ കെട്ടുകൾ ഉള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് പല ജില്ലകളിലേക്കും ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും അവിടെ തന്നെയാണ്. ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു ചെമ്മീൻ കെട്ടും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി ഞാൻ പറയാം. ബാക്കി സ്ഥലം നിങ്ങൾക്ക് ഊഹിക്കാമെങ്കിൽ നിങ്ങൾക്ക് കമന്റായി പറയാം. അങ്ങനെ എൻ്റെ ഈ സുഹൃത്ത് അന്ന് രാത്രി അവിടെ നിന്നും വെല്ലുവിളിച്ചതിന് ശേഷം ആ സമയത്തേക്ക് അവന്റെ അച്ഛൻ അങ്ങോട്ട് വന്നു. എൻ്റെ ഈ ഫോളോവറെ കാണാതിരുന്നിട്ട് അച്ഛൻ തിരഞ്ഞു വന്നതാണ്. നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ എന്താണ് ഇവിടെ നിന്ന് ഒച്ച വെക്കുന്നത്? ഇവിടെ വെച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ തൻ്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും മദ്യലഹരിയിലായിരുന്ന എൻ്റെ ഈ ഫോളോവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെയോ തൻ്റെ അച്ഛൻ അദ്ദേഹത്തെ കൂട്ടി വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലേക്ക് എത്തി അന്നത്തെ ദിവസം നോർമൽ എല്ലാ രീതിയും പോലെ കടന്നുപോയി. എന്നാൽ അടുത്ത ദിവസം മുതലായിരുന്നു ആ വീട്ടിൽ അല്പം വിചിത്രമായ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അന്ന് രാത്രി കള്ളാടിമുത്തി ആ വീട്ടിൽ തന്നെ താമസം തുടങ്ങിയിരുന്നു, അവരുടെ കൂടെ തന്നെ. അത് അവരെ അറിയിക്കാനായി കള്ളാടിമുത്തി കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ കേട്ടാൽ അല്പം വിചിത്രമായി തന്നെ തോന്നും. അദ്ദേഹം എന്നോട് ഈ ഒരു കഥ ഫോണിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എനിക്കിതെല്ലാം വ്യക്തമായിട്ട് ചോദിക്കേണ്ടതായിട്ടും വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില അമാനുഷികമായ സംഭവങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലെ അടുക്കള ജോലികൾ അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള പാചകം മുഴുവൻ ഒരു ആത്മാവ് ചെയ്യുന്ന പോലെയായിരുന്നു തോന്നിയിരുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും കഴിക്കുന്ന ഒരു വസ്തുവാണ് ചോറ്. ചോറ് കലത്തിലിട്ട് അത് വാർത്ത് അത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നത് വരെയാണ് ആ ഒരു ചോറുണ്ടാക്കുന്നതിൻ്റെ ഒരു പാചക രീതി, അല്ലേ? എന്നാൽ ഈ ഒരു പാചകം മുഴുവൻ ഒരു യക്ഷി ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതുപോലെ അവർ ഉണരും മുന്നേ മുറ്റം അടിച്ചു തൂക്കുക, അതുപോലെ വീട്ടിലെ തുണികളെല്ലാം സ്വയം അടുക്കി വെക്കുക, എന്തെങ്കിലും വസ്തുക്കൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരന്നു കിടക്കുകയാണെങ്കിൽ അതെല്ലാം യഥാസ്ഥാനത്ത് വെക്കുക, അങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. എന്നാൽ അതെല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ ഇതൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ എന്തൊക്കെയോ തടസ്സമുണ്ടാകുന്നു. അതുപോലെ വീട്ടിലുള്ളവർക്ക് ചില അസുഖങ്ങളും. അദ്ദേഹം ബൈക്കിൽ നിന്ന് ഒരു തവണ ആക്സിഡൻ്റായി അദ്ദേഹത്തിന് ചില പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. എന്നാലും അദ്ദേഹം പറഞ്ഞു, ചെറിയ മുറിവുകളോടെയാണ് ഞാൻ രക്ഷപ്പെട്ടത്, എൻ്റെ എല്ല് പൊട്ടുകയോ അല്ലെങ്കിൽ മറ്റു വലിയ അപകടങ്ങളുമൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഈ കാഴ്ചകൾ വളരെ കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ശബരിമലയിലേക്ക് മാലയിടുന്നത്. അങ്ങനെ ശബരിമലയിലേക്ക് മാലയിട്ട് വ്രതശുദ്ധി വരുത്തിയത് മുതൽ ആ വീട്ടിൽ പിന്നീട് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് അവരൊരു പണിക്കരെ ചെന്ന് കണ്ടു. ആ പണിക്കർ നിർദ്ദേശിച്ച പ്രകാരം ചില പൂജാകർമ്മങ്ങളും ചില കർമ്മങ്ങളുമൊക്കെ ചെയ്ത് അവർ 40 ദിവസത്തെ വ്രതമെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു ശല്യം തീർക്കാൻ വേണ്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ വരെ പോയി എന്നുകൂടിയാണ് എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞത്. ചോറ്റാനിക്കരയിൽ പോയി വന്നതിന് ശേഷം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് വീടിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുകൂടി എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു. എങ്കിലും എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങളിൽ അല്പം സത്യമുണ്ട്. അവർ താമസിക്കുന്ന വീടിനടുത്തുള്ള ഈ ചെമ്മീൻ കെട്ട് പണ്ടൊരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലേക്ക് വന്നതായിരുന്നു ഈ കരിനീലി, അതായത് കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു വകഭേദമായ നീലി. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഈ നീലി സങ്കല്പം അറിയപ്പെടുന്നുണ്ട്. നീലി സങ്കല്പം യക്ഷിയായി എല്ലാ ഗ്രാമങ്ങളിലും എത്തിയതായും പറയപ്പെടുന്നു. അതുപോലെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അത് കരിനീലിയായിരുന്നു, കറുത്ത നീലി. അതിനെ അവർ കള്ളാടിമുത്തി എന്ന് വിളിച്ചു.
കരിമുത്തി എന്ന് വിളിച്ചു. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ യക്ഷി സങ്കല്പം ഇന്നും ആ ചെമ്മീൻ കെട്ടിനുള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ആരെങ്കിലും അതിനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് അവരുടെ കൂടെ ഇറങ്ങിപ്പോരും എന്നത് വളരെ സത്യമാണ്. അത് വല്ലാത്ത തരം രൂപമാണ്. അതിന് സത്യത്തിൽ കാഴ്ചയ്ക്ക് രൂപമില്ല, എങ്കിലും പറയപ്പെടുന്ന രൂപം വളരെ വിചിത്രമാണ്. അതുമാത്രമല്ല വളരെ ഭയാനകമാണ്. കരിനീല ആയതുകൊണ്ട് തന്നെ കറുത്ത നിറമായിരിക്കാമെന്ന് ഉദ്ദേശം പറയുന്നു. അതിൻ്റെ കണ്ണുകൾ വളരെ ചുവന്ന നിറത്തിൽ എപ്പോഴും പ്രകാശിക്കുന്ന പോലെയാണെന്നും പറയപ്പെടുന്നു. പനങ്കുല പോലെ നീണ്ടു നിൽക്കുന്ന മുടിയിഴകൾ അതിന് രൂപം മാറി ഒരു മനുഷ്യൻ്റെതായ രീതിയിൽ മാറാനും അമാനുഷികമായ ചില കഴിവുകളുണ്ടെന്നും പിന്നീട് അതിനടുത്തേക്ക് വരുന്ന ചെറുപ്പക്കാരെ വശീകരിച്ച് അവരെ കൊല ചെയ്യുമെന്നും ഈ കരിനീലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചില ഗ്രാമങ്ങളിൽ, ചില അമ്പലങ്ങളിൽ ഇവയെ ഒരു ദൈവപ്രതിഷ്ഠയായി കണക്കാക്കുന്നവരും ഏറെയാണ്. ഇത്തരത്തിലുള്ള വിചിത്രമായ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.